ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു അയല വറ്റിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ് ഈ ഒരു അയല വറ്റിച്ചത് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റും ആണ്. അയല മാത്രമല്ല, ഏത് മീൻ വേണമെങ്കിലും ഞാനിപ്പോൾ പറയുന്ന ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അയല വറ്റിച്ചത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അയല നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 7 അയലയുണ്ട്. ഇത് കുറച്ച് ചെറിയ അയലയാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മളിന്ന് മൺചട്ടിയിലാണ് അയല വറ്റിച്ചത് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ മീൻകറിയൊക്കെ എപ്പോഴും മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. മൺചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിൽ തന്നെ ഉപയോഗിക്കണം, വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ചെറിയ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. ഇപ്പം എൻ്റെ കയ്യിൽ ചുവന്നുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സവാള ചേർത്ത് കൊടുത്തത്. ചുവന്നുള്ളി ആണെങ്കിൽ ഏകദേശം ഒരു 10 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള പച്ചക്കുത്തലൊക്കെ മാറി ഒന്ന് വഴഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ പച്ചക്കുത്തലൊക്കെ മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും ഈ ഒരു കറിക്ക് ഇങ്ങനെ ചതച്ച് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചത്, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഉലുവ പൊടിച്ചതില്ലെങ്കിൽ നമ്മൾ ആദ്യം കടുക് പൊട്ടിക്കുന്ന ആ ഒരു ടൈമിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്താലും മതി. ഇനി പൊടികളൊക്കെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചൂടാക്കി എടുക്കാൻ, കാരണം ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഇനി ഈ പൊടികൾ കരിഞ്ഞു പോകും എന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് അത് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് മീൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച മീനാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്ന മസാലയുടെ അളവിൽ കുറവ് വരുത്തണം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളി അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം, അപ്പോൾ ആ ഗ്രേവിക്കും നല്ലൊരു കൊഴുപ്പ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുതിർക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു, അത് പിഴിഞ്ഞ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ സാധാരണ മീൻകറി ഉണ്ടാക്കുമ്പോൾ എത്ര പുളിയാണോ ചേർത്ത് കൊടുക്കാറ് അത്രയും പുളി തന്നെ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി, കാരണം ഓരോരുത്തർക്കും വേണ്ട പുളിയുടെ അളവിലും വ്യത്യാസം ഉണ്ടാകും. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു കറിയിൽ നിങ്ങൾക്ക് ഈ ഒരു പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നതിന് പകരം വിനാഗിരിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അയല ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അങ്ങ് നിരത്തി വെച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാണ്. ചട്ടിയിൽ വെക്കുന്നതുകൊണ്ട് അടിക്ക് പിടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തത്. നിങ്ങളിനി വേറെ ഏതെങ്കിലും പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നില്ല, ആ ഒരു പുളിവെള്ളം തന്നെ മതി. മീൻ വെച്ചു കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് ഇതുപോലെ മസാലയൊക്കെ ഒന്ന് കോരി ഒഴിച്ച് മൂടി വെച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ ഇത് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഈ മീനൊക്കെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തും ഒന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തും വേവിച്ചെടുക്കുമ്പോൾ ആ മസാലയൊക്കെ കറക്റ്റ് അതിൽ പിടിക്കും. കാരണം അധികം വെള്ളം ചേർത്ത് കൊടുക്കാതെ കൊണ്ട് തന്നെ മീൻ അതിൽ മുങ്ങിക്കിടന്നങ്ങ് വെന്ത് കിട്ടുന്നൊന്നുമില്ല. അപ്പോൾ അതിൽ മസാല പിടിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കി ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അടച്ചു വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ അയല വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് വറ്റി വരും. നമുക്കപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ അയല വറ്റിച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് ഗ്രേവി ഇരിക്കുക. നമ്മൾ സാധാരണ രീതിയിൽ അയലക്കറി വെക്കുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ അയല വറ്റിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇനി അയല വാങ്ങിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വറ്റിച്ചെടുത്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.